2009 മുതൽ 2014 വരെ ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാവുന്ന ഒരു ഫോർമാറ്റ് ആയിരിക്കും ചാമ്പ്യൻസ് ലീഗ് T20. ഈ ഒരു ലീഗിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് IPL 3 ടീമും, അതായത് ഇന്ത്യയിൽ നിന്നുള്ള 3 ടീം, സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് 2 ടീം, അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൽ നിന്ന് 2 ടീം, ഓസ്ട്രേലിയയിൽ നിന്ന് 2 ടീം, വെസ്റ്റ് ഇൻഡീസ്, ന്യൂസിലാൻഡ്, അതുപോലെ തന്നെ പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഓരോ ടീമുകളും വെച്ച് പങ്കെടുക്കുന്ന ഒരു ടൂർണമെൻ്റ് ആയിരുന്നു ചാമ്പ്യൻസ് ലീഗ് T20. 2014 വരെ ഈ ഒരു ടൂർണമെൻറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഈ ഒരു ടൂർണമെൻറ്റ് നിർത്തലാക്കിയായിരുന്നു. എന്തായാലും ഇപ്പോഴത്തെ റിപ്പോർട്ടുകളൊക്കെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് T20 തിരിച്ചു വരുന്നു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇത് പറഞ്ഞിരിക്കുന്നത് വിക്ടോറിയ ക്രിക്കറ്റ് ബോർഡിൻ്റെ CEO ആണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ബോർഡ്, ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡ്, അതുപോലെ തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ്, ഇവർ 3 പേരും തമ്മിൽ ഇപ്പോൾ ചർച്ചകൾ നടക്കുകയാണ് ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് T20 തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി. ഇപ്പോൾ ചർച്ചകൾ മാത്രമേ നടക്കുന്നുള്ളൂ. ഈ ഒരു ചർച്ചകൾ വിജയിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ചാമ്പ്യൻസ് ലീഗ് T20 ഉണ്ടാകുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ടൂർണമെൻറ്റ് നേരത്തെ നടന്നത് T20ക്ക് അത്ര പ്രസക്തി ഇല്ലാത്ത സമയത്തായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം T20 ആണ് എല്ലാ ക്രിക്കറ്റിൻ്റെയും ടോപ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൂർണമെൻറ്റ് കൊണ്ടുവന്നാൽ അതെന്തുകൊണ്ട് നല്ലതായിരിക്കുമെന്നാണ് വിക്ടോറിയ ക്രിക്കറ്റ് ബോർഡിൻ്റെ CEO പറയുന്നത്. ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സന്തോഷ വാർത്ത തന്നെയാണ്. നേരത്തെയൊക്കെ IPL ട്രോഫി മാത്രമല്ലായിരുന്നു ലക്ഷ്യം. ആദ്യത്തെ 3 സ്ഥാനങ്ങളിലെത്തി ചാമ്പ്യൻസ് ട്രോഫിയിലേക്കും ക്വാളിഫൈ ചെയ്യുക എന്നതായിരുന്നു ലക്ഷ്യം. എന്തായാലും ചാമ്പ്യൻസ് ലീഗ് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കോമ്പറ്റീറ്റീവ് ആവും. മറ്റു ടീമുകൾ അതായത് ട്രോഫിക്ക് വേണ്ടി മത്സരിക്കാതെ ആദ്യം 3 സ്ഥാനങ്ങളിലെത്താനും അവർ മത്സരിക്കും. എന്തായാലും ചാമ്പ്യൻസ് ലീഗ് T20 വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടും നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് വന്നാൽ ചെറിയ ഡ്രോബാക്സ് ഉണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. ആ ഒരു വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക.